ശ്രീ ശിവപത്മനാഭൻ, ഈ ഇവരുടെ സമരക്കാരുടെ ടൈറ്റിൽ അഖിലേന്ത്യാ പണിമുടക്ക് എന്നാണ്. പക്ഷെ കേരളത്തിലല്ലാതെ ബംഗാളിൽ പോലും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ, രോഗികളെ, അത്യാവശ്യക്കാരെ ഒക്കെ വലയ്ക്കുന്നു എന്നല്ലാതെ ഈ പണിമുടക്ക് എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് അഖില കേരള പണിമുടക്ക് എന്നാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? ഞാൻ രാവിലെ ഡൽഹിയിൽ വിളിച്ചിരുന്നു സുപ്രീം കോടതി അഭിഭാഷകനെ. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഡൽഹിയെ പറ്റി, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഇവിടെ ആരും അറിയില്ല അങ്ങനെ ഒരു സംഭവം. അതിനുശേഷം ഞാൻ ബോംബെയിൽ വിളിച്ചു ചോദിച്ചു, മുംബൈയിൽ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നിങ്ങൾക്ക് കേരളക്കാർക്ക് വേറെ പണിയൊന്നുമില്ലേ ചോദിച്ചു. പിന്നെ ഞാൻ ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചില്ല, കാരണം അപ്പോഴേക്കും ചാനലുകളിലൊക്കെ ചെന്നൈയും ബാംഗ്ലൂരും ഒക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ ഇത് ഒരു കേരള ആഭാസമാണ്. വേറെ ഈ അതിർത്തി കടന്നാൽ മംഗലാപുരത്തോ കോയമ്പത്തൂരോ കന്യാകുമാരിയിലോ ഒന്നുമില്ല, എവിടെയുമില്ല. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓർമ്മയുണ്ടോ? പണ്ട് 2 ദിവസം അടുപ്പിച്ചിട്ട് ഒരു സമരം ഉണ്ടായിരുന്നു. അന്ന് ഞാന് ബാംഗ്ലൂരിലേക്ക് പോയി. ഗുണ്ടിൽപേട്ട് എത്തുന്നത് വരെ ബഹളമുണ്ടായിരുന്നു. ഗുണ്ടിൽപേട്ട് എത്തിയപ്പോൾ എല്ലാം സാധാരണ പോലെയായിരുന്നു. അപ്പൊ ഇത് ഒരു കേരളത്തിൽ മാത്രം, അതും ഈ സർക്കാരിന്റെ തണലിൽ ഈ പോലീസിനെ ഒക്കെ നിസ്സഹായരാക്കി നോക്കി നിർത്തിക്കൊണ്ട് കാണിക്കുന്ന അഹങ്കാരവും വിവരക്കേടും കൂടി ഒരുമിച്ച് കൂടിയ പരിപാടിയാണ്. ഇത് അഹങ്കാരവും വിവരക്കേടും രണ്ടും കൂടി കൂടിയപ്പോൾ ഉണ്ടായതാണ്. അപ്പോ അതാണ് ഇന്നലെ SFIക്കാർ കാണിച്ചു കൂട്ടിയത്. കാരണം പോലീസുകാർ കൈപിടിച്ച് കയറ്റുകയാണ് SFIക്കാരെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്. അപ്പൊ അഹങ്കാരവും വിവരക്കേടും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ഉണ്ടാവുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഈ പരിപാടിയുള്ളൂ, വേറെ എവിടെയില്ല. കേരളത്തിൽ തന്നെ ഇത് ഭാഗികമായി പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ടീച്ചർമാരൊക്കെ നടന്നെത്താവുന്നവരും വാഹനത്തിലെത്തുന്നവരും ഒക്കെ, സ്വന്തം വാഹനമുള്ളവരൊക്കെ സ്കൂളുകളിൽ പോയി ഒപ്പിട്ട് കഴിഞ്ഞു. എനിക്ക് പരിചയമുള്ള പലരും സ്കൂളിൽ പോയി ഒപ്പിട്ട് കഴിഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ എത്താവുന്നവരൊക്കെ എത്തിയിട്ടുണ്ട്, KSRTCയിൽ എത്താവുന്നവരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ട്രിപ്പ് അടിക്കാൻ മടിക്കുന്നത്, ഒരു പക്ഷേ ഇത് എറിഞ്ഞു പൊട്ടിച്ചാൽ വലിയ നഷ്ടം പറ്റും. KSRTC ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കും താല്പര്യമില്ല, ടീച്ചർമാർക്ക് താല്പര്യമില്ല, വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. ഈ പണിമുടക്കിനോട് ആർക്കും താല്പര്യമില്ല. കുറച്ച് വിവരക്കേടും അഹങ്കാരവും കൂടി ഒരുമിച്ച് തലയ്ക്ക് പിടിച്ച കുറച്ച് ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായമാണിത്. ഇത് പണിമുടക്കൊന്നുമല്ല, ഒരു കോപ്രായമാണ്. അതുകൊണ്ട് ഇതൊന്ന് വൈകുന്നേരത്തോടു കൂടി പൊളിയുന്നു മാത്രമല്ല, ഇനി ഈ തരത്തിലുള്ള പരിപാടിക്ക് കേരളത്തിൽ ആർക്കും തോന്നരുത്. ഇങ്ങനെ ഒരു വിവരക്കേട് ചെയ്യാൻ കേരളത്തിൽ ആർക്കും തോന്നരുത് എന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആർക്കും താല്പര്യമില്ലാത്ത, ആർക്കും വേണ്ടാത്ത സമരം. പിന്നെ ഇത് ആർക്കെതിരായി സമരം? ആർക്കെതിരായി സമരം? ഈ 11 കോടി കിസാൻ സമ്മാൻ നിധി കൊടുക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയോ? 11.5 കോടി ആളുകൾക്ക് ശൗചാലയം കൊടുത്ത നരേന്ദ്രമോദിക്കെതിരെയോ? 10 കോടി വീടുകളിൽ സൗജന്യ പാചകവാതക കണക്ഷൻ എത്തിച്ചു കൊടുത്ത നരേന്ദ്രമോദിക്കെതിരെയോ? അതോ 50 കോടിയിലധികം ജനങ്ങൾക്ക് സൗജന്യ ആയുഷ്മാൻ ഭാരത് ചികിത്സ സൗജന്യമായി കൊടുക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയോ? 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയോ? ഇവിടെ നാഷണൽ ഹൈവേകൾ വികസിപ്പിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയോ? ഇവിടെ വന്ദേ ഭാരത് കൊണ്ടുവരുന്ന നരേന്ദ്രമോദിക്കെതിരെയോ? അതോ ഇനി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ കേരളത്തിലെ 32 റെയിൽവേ സ്റ്റേഷനുകൾ കോടാനുകോടി രൂപ ചെലവഴിച്ച് അമൃത ഭാരത പദ്ധതി പ്രകാരം വിമാനത്താവളത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയോ? ആർക്കെതിരെയായി സമരം? എന്തിനു വേണ്ടിയാ സമരം? മോഡി സർക്കാരിനെ പോലെ സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ഇത്രയും ആനുകൂല്യങ്ങൾ സാധാരണക്കാരന് കൊടുത്ത, കേരളത്തിന് കൊടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ മേഖലയിലും കേരളത്തെ കൈയയച്ച് സഹായിച്ച, രാജ്യത്തെ ജനങ്ങളെ, പാവപ്പെട്ടവനെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ, ആദിവാസികളെ, പട്ടികജാതി വിഭാഗങ്ങളെ, സ്ത്രീകളെ 33% സംവരണം നൽകുന്ന നിയമം പാർലമെന്റിൽ പാസാക്കിയ നരേന്ദ്രമോദിക്കെതിരെയോ? ആർക്കെതിരായി സമരം? തീവ്രവാദത്തെ അടിച്ചമർത്തിയ നരേന്ദ്രമോദിക്കെതിരെയോ? ഈ രാജ്യത്തേക്ക് തീവ്രവാദികളെ പറഞ്ഞയക്കുന്ന പാകിസ്ഥാനിന് ഉള്ളിൽ പോയി പാകിസ്ഥാനെ ബോംബിട്ട് തകർത്ത നരേന്ദ്രമോദിക്കെതിരെയോ? ആർക്കെതിരായി സമരം? ഇത് ആർക്കും വേണ്ടാത്ത ഈ കോപ്പിരാട്ടി ഇന്നത്തോടു കൂടി അവസാനിക്കണം. ഇത് കേരളത്തിലെ അവസാനത്തെ പണിമുടക്കാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ലല്ലോ, ഈ എളമരം കരീം അടക്കം ഇരുന്ന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അവിടെ വച്ച് കൈയടിച്ച് പിരിഞ്ഞ ശേഷം
പിന്നെന്തിനാണ് ഒരു ഹർത്താലെന്നും ജനം ചോദിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കേരളത്തിന് താങ്ങാനാവില്ല കൃഷ്ണരാജ്. കേരളം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനം. കേരളത്തിന് വരുമാനമില്ല, കേരളത്തിന് കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഇല്ല, പ്രൊഡക്ഷൻ നടക്കുന്നില്ല. കേരളം നിലനിന്ന് പോകുന്നത് GST-യുടെയും സർവീസ് ടാക്സിന്റെയും പിന്നെ കുറച്ച് നാണ്യവിളകളുടെയും ഇപ്പോൾ ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന്റെയും ഒക്കെ ബലത്തിലാണ്. ഇവർ കേരളത്തെ രക്ഷിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ പെൻഷൻ കൊടുക്കുന്നില്ല, ഇവർ ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല, ഇവർ ഇവിടുത്തെ റോഡിലെ കുണ്ടും കുഴി അടയ്ക്കുന്നില്ല, ഇവിടുത്തെ സർക്കാർ ആശുപത്രി നന്നാക്കുന്നില്ല, അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് രോഗികൾ ഉൾപ്പെടെ മരിക്കുകയാണ്. അപ്പോ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. കേരളത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് കോട്ടയം മെൻസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥി പറഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥി പറഞ്ഞില്ലേ, ബാത്റൂമിന് കൊളുത്തില്ല എന്ന് പറഞ്ഞപ്പോ വാർഡൻ ചോദിച്ചോലെ അതൊക്കെ ആർഭാടല്ല മോനെ. ഇതാണ് ഒരു ബാത്റൂമിന്റെ കൊളുത്ത് വരെ ആർഭാടമാണ് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ. അപ്പൊ ഇതാണ് കേരളം. ഈ കേരളത്തെ രക്ഷിക്കാൻ പണിമുടക്കാണോ വേണ്ടത്? ഈ കേരളത്തെ രക്ഷിക്കാൻ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം, നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ സാധിക്കണം, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കണം. സമരം ചെയ്താൽ കൊടി പിടിച്ചാൽ ഒരുത്തരും ഇങ്ങോട്ട് വരൂല. ആളുകൾ ഇങ്ങോട്ട് വരാണ്ടായത് ഇവിടെ തന്നെയുള്ള നിക്ഷേപകര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിക്ഷേപിക്കാൻ പോയത് എന്തുകൊണ്ടാ? സാജന്റെ അനുഭവം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോ മലയാളികളായ ഇപ്പോ കിറ്റക്സിനെ പോയിട്ട് ആളുകൾ തെലുങ്കാനയിൽ പോയിട്ട് പൈസ നിക്ഷേപിച്ചിട്ട് കോടാനുകോടി ഉറുപ്പ്യ നിക്ഷേപിച്ചിട്ട് വലിയ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് അവിടെ നൂറുകണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുകയാണ്. ആളുകളൊക്കെ ഇവിടത്തെ ആളുകൾ വരെ പോവുകയാണ്. അപ്പൊ ഇത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് അന്തരീക്ഷങ്ങൾ, ഇവിടുത്തെ അന്തരീക്ഷം ശുദ്ധമാക്കണം. ഈ ഓടുന്ന KSRTC ബസ് ചിത്ര തിരുനാൾ ആശുപത്രിയിലേക്ക് കീമോതെറാപ്പിക്ക് പോകുന്നവർക്ക് വാഹനം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇത് ആരവരോട് ഇവരെ തലയ്ക്കകത്ത് എന്താ ഉള്ളത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അതായത് ഇന്ന് കരുനാഗപ്പള്ളിയിൽ ഒരു ബസ് തടഞ്ഞു. ഡ്രൈവറെ മർദ്ദിക്കാൻ ശ്രമിച്ചു, കണ്ടക്ടറെ മർദ്ദിച്ചു. ആ ബസ്സിൻ്റെ ബോർഡ് അമൃത ആശുപത്രി എന്നായിരുന്നു. അവശ്യ സർവീസുകൾ അനുവദിക്കുമെന്ന് പറയുമ്പോഴും ഈ സമരാഭാസക്കാർ ഈ പാവപ്പെട്ട രോഗികളെ വലയ്ക്കുന്നത് എന്തിനാണ്? അതാണ് ഇനിയും മനസ്സിലാകാത്തത്. അതാ ഞാൻ പറഞ്ഞത്, വിവരക്കേടും അഹങ്കാരവും കൂടി ഒത്തുകൂടിയപ്പോൾ ചില ആളുകളുടെ തലയിൽ വിവരക്കേടും അഹങ്കാരവുമാണ്. അത് ഒത്തുകൂടിയപ്പോൾ തോന്നിയ ഒരു ആശയമാണ് ഈ പണിമുടക്ക്. ആരെങ്കിലും ചെയ്യോ? ആശുപത്രിയിലേക്ക് പോകുന്നവരെ തടയോ ആരെങ്കിലും? കീമോതെറാപ്പിക്ക് പോകുന്നവരെ തടയോ ആരെങ്കിലും? ആംബുലൻസ് തടയോ? എന്തും കാണിക്കാം എന്നുള്ള അഹങ്കാരമാണ്. കേരളത്തിലെ ജനങ്ങൾ 2025-ലും 2026-ലും ഇതിന് മറുപടി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പശ്ചിമ ബംഗാളിൽ വട്ടപൂജ്യമായത് ഇങ്ങനെയാണ്. കൊല്ലത്തിൽ 12 ഹർത്താലായിരുന്നു പശ്ചിമ ബംഗാളിൽ. ഇപ്പോൾ അവിടെ കോഴിമുട്ടയാണ്. ത്രിപുരയിലും അത് തന്നെയായിരുന്നു സ്ഥിതി. കൊല്ലത്തിൽ 12 ഹർത്താലായിരുന്നു. എല്ലാ മാസവും ഹർത്താൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ത്രിപുരയിൽ ഏതാണ്ട് പൂജ്യത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക. 2028-ൽ 0 കിട്ടും. പശ്ചിമ ബംഗാളിൽ 0 കഴിഞ്ഞു. അപ്പോ ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഒരു പാഠവും പഠിക്കാത്ത വിവരക്കേടും അഹങ്കാരവും നിറഞ്ഞ ഒരു വിഭാഗമായി ഇന്ത്യയിലെ ഇടതുപക്ഷം അധപ്പതിച്ചു, നശിച്ച് നാരായണക്കല്ല് കണ്ടു കഴിഞ്ഞു. ഇനി കേരളത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിവരക്കേടിനും അഹങ്കാരത്തിനും കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അതായത് സമരം നടത്തുന്നത് ഇടതു സംഘടനകൾ, ഡയസ് പ്രഖ്യാപിച്ചത് ഇടതു സർക്കാർ, എന്നിട്ടെന്ന് സർവീസിന് തയ്യാറായി വരുന്ന ജീവനക്കാരെ തടയുന്നതും ഇടത് സമര അനുകൂലികൾ. ഇതാകുമോ ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം? ഭൗതികവാദമല്ല, വൈരുദ്ധ്യാത്മിക വിവരക്കേടാണ്. വിവരക്കേട് നിന്റെ പേര് ഇടതുപക്ഷം എന്നാണ് ചോദിക്കേണ്ടത്. അഹങ്കാരമേ നിന്റെ പേരോ ഇടതുപക്ഷം എന്നാണ് ചോദിക്കേണ്ടത്. ഈ ഗോവിന്ദൻ മാഷൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇവിടെ IT മേഖലയിൽ വളർച്ച ഉണ്ടാവണം, ഇവിടെ സ്റ്റാർട്ടപ്പുകൾ വരണം, ഇവിടെ പുതിയ സംരംഭങ്ങൾ വരണം. ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കാം. തെക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു കോളേജ്, പ്രശസ്തമായ കോളേജ് അല്ല, അതിപ്രശസ്തമായ കോളേജിൽ 1500 സീറ്റാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് 1500 സീറ്റാണ് അവിടെ ഉള്ളത്.
അവിടെ അപേക്ഷിച്ചത് 400 ആളാണ്. 400 ആള്. ഞാൻ ആ കോളേജിന്റെ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ ഞെട്ടും. അതിപ്രശസ്തമായ കോളേജ് തെക്കൻ കേരളത്തിലെ 400 പേരാണ് അപേക്ഷിച്ചത്. നമ്മുടെ മാതൃഭാഷ മലയാളം BAക്ക് അപേക്ഷിച്ചത് 4 പേരാണ്. 4 പേരിൽ 2 പേരാണ് ജോയിൻ ചെയ്യാൻ തയ്യാറായത്. ഇപ്പൊ മലയാളം BA ക്ലാസ് നടക്കാൻ പോകുന്ന 2 കുട്ടികൾക്ക് വേണ്ടിയാണ്. അതിൽ തന്നെ ഒരു കുട്ടി ചിലപ്പോൾ പോകുമെന്നാണ് അത്ര കേൾക്കുന്നത്. അപ്പോ ഇതാണ് അവസ്ഥ. ഇന്ത്യയിൽ നിന്നും 2024 വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ 13,30,000 കുട്ടികൾ പോയി. 13,30,000 കുട്ടികൾ. അതിൽ 2,50,000 കുട്ടികൾ കേരളത്തിൽ നിന്നാണ്. 2,50,000 കുട്ടികൾ. മധ്യ തിരുവിതാംകൂറിലെ എല്ലാ പ്രശസ്തമായ കോളേജുകളിലും ഇന്ന് സീറ്റ് ഒഴിവുണ്ട്. തെക്കൻ കേരളത്തിൽ സീറ്റ് ഒഴിവുണ്ട്. മലബാറിലെ കുട്ടികളാണ് ഇപ്പൊ മധ്യ തിരുവിതാംകൂറിലെ. പണ്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു, അവിടെയൊന്നും അഡ്മിഷൻ കിട്ടുന്നത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് മലബാറിലെ കുട്ടികളാണ് അവിടെയൊക്കെ പഠിക്കുന്നത്. മലബാറിൽ നിന്ന് വരെ കുട്ടികൾ വിദേശത്തേക്ക് പോയി തുടങ്ങി പഠിക്കാൻ. മലബാറിൽ നിന്ന് വരെ പോയി. ലിത്വയിലൊക്കെയാണ് നമ്മുടെ അറിയുന്ന ചില കുട്ടികളൊക്കെ പഠിക്കാൻ പോയത്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ ലിത്വാനിയയിലൊക്കെയാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. അങ്ങ് ഭൂമിയുടെ ഒരു അറ്റത്താണ് അത് കിടക്കുന്നത്. ഇവിടുന്ന് എത്രയോ 1000 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ പെൺകുട്ടികളെ വരെ പറഞ്ഞയക്കുകയാണ്. കാരണം എവിടെയെങ്കിലും പോയി നന്നായിക്കോ എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ. ഇവിടെ നിന്നാ രക്ഷപ്പെടൂല, കേരളത്തിൽ നിന്നാ രക്ഷപ്പെടില്ല. വ്യവസായങ്ങളില്ല, സംരംഭങ്ങളില്ല, ആരെയും വരാൻ സമ്മതിക്കില്ല. ഈ ഉള്ള കേരളം തന്നെ സുഗമമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. പാക് ചാര വനിതയെ വരെ ഈ രാജ്യത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് ചുറ്റിയടിച്ച് നടക്കുകയാണ്. അമ്മായിയച്ഛനും മരുമകനും കൂടി. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ കേരളത്തെ രക്ഷിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കണം. ഇത്തരത്തിലുള്ള ഈ ജനവിരുദ്ധ പരിപാടികൾ നടത്തുന്നവരെ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിക്കണം. അതാണ് കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടത്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, വയനാട്ടിൽ വാഹനങ്ങൾ കുറേ ഓടുന്നുണ്ട്. ഇടുക്കിയിലും അതുതന്നെ അവസ്ഥ. ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട് അതിർത്തിയിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ കച്ചവടമൊക്കെ നടക്കുന്ന കമ്പത്തൊക്കെ ഇന്നലെ എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഇന്നും. അതായത് അതിവിപ്ലവകാരിയായ സ്റ്റാലിൻ്റെ തമിഴ്നാട്ടിൽ പോലും സമരം അപ്പാടെ പാളി. അവരൊന്നും ഈ വിവരക്കേടിന് അവരെയൊന്നും കിട്ടില്ല. അവർക്ക് അറിയാം, ഫാക്ടറികൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ തമിഴ്നാട് പുരോഗമിക്കില്ല എന്ന് അവർക്കറിയാം. അവരുടെ പ്രാഥമികമായ ലക്ഷ്യം അത് തമിഴ്നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ ഒരു വ്യക്തി ആവട്ടെ, അവിടുത്തെ മുഖ്യമന്ത്രി ആവട്ടെ, അവർക്കൊക്കെ ഉള്ള പ്രഥമ പരിഗണന തമിഴ്നാട് പുരോഗമിക്കണം, തമിഴ്നാട്ടിൽ നല്ല കൃഷി ഉണ്ടാവണം, തമിഴ്നാട്ടിൽ നല്ല വ്യവസായങ്ങൾ ഉണ്ടാവണം, നല്ല ജോലി കിട്ടണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, തമിഴ്നാട് പുരോഗമിക്കണം, നല്ല റോഡ് വേണം. ഇതൊക്കെയാണ് അവിടെ ഏത് പാർട്ടി ഭരിച്ചാലും അവരുടെ ചിന്ത ഇതൊക്കെയാണ്. ഇവിടെയാണ് ഈ നശിപ്പിക്കുക എന്നുള്ള പരിപാടി ഇവിടെ മാത്രമാണ്. ഈ വരട്ട് പ്രത്യയശാസ്ത്രം ലോകം മുഴുവൻ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞ ഈ പ്രത്യയശാസ്ത്രവും മുറവുക പിടിച്ചുകൊണ്ട് ഇവിടെ ഈ വരട്ട് വാദം ഉന്നയിച്ച് ഈ കേരളം ഈ കാണുന്ന പുരോഗതിയൊന്നും ഇവരാരും ഉണ്ടാക്കിയതല്ലല്ലോ. കേരളത്തിലെ നാണ്യവിളകൾ മലയാളികൾ പതിറ്റാണ്ടുകളായി പണ്ട് മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും സിലോണിലേക്കും ഒക്കെ പോയി, പിന്നെ കുവൈറ്റിലേക്കും ദുബായിലുമൊക്കെ പോയി, ഇപ്പോൾ പിന്നെ കുറെ പേര് യൂറോപ്പ് അമേരിക്കയിലൊക്കെ പോയി. ഇപ്പൊ ലോകം മുഴുവൻ കുടിയേറി മലയാളി കേരളത്തിലേക്ക് അയച്ച മണി ഓർഡർ എക്കണോമി ഇതൊക്കെയാണല്ലോ കേരളത്തിന്റെ ഈ സമ്പൽ സമൃദ്ധിക്ക് കാരണം. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് മുമ്പ് തന്നെ ആരംഭിച്ച, രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ആരംഭിച്ച പള്ളിക്കൂടങ്ങൾ, പിന്നെ ക്രിസ്ത്യൻ മിഷണറികൾ ആരംഭിച്ച പള്ളിക്കൂടങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ഇതൊക്കെയാണല്ലോ കേരളത്തിന്റെ മലയാളിയുടെ പുരോഗതി. ഇത് ഞങ്ങളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇതിന് ട്രാക്ടറിനെ എതിർക്കുക, കമ്പ്യൂട്ടറിനെ എതിർക്കുക, എന്തൊക്കെ നല്ല കാര്യമുണ്ടോ അതിന് ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം ചെയ്യുക, നെടുമ്പാശ്ശേരി എയർപോർട്ടിനെതിരെ സമരം ചെയ്യുക, ഇങ്ങനെയുള്ള നല്ല കാര്യമൊക്കെ എതിർക്കുക. പിന്നെ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അതായിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആളാവുക, അതൊക്കെ ഞങ്ങളാ കൊണ്ടുവന്നതെന്ന് വിളിച്ചു പറയുക. ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടരാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവര് നിലനിൽക്കാൻ വേണ്ടി എല്ലാ തീവ്രവാദികളെയും എല്ലാ രാജ്യദ്രോഹികളെയും കൂട്ടുപിടിച്ചിട്ട് ഇപ്പം എങ്ങനെയെങ്കിലും ഭരണമോ അല്ലെങ്കിൽ സീറ്റുകളോ കിട്ടാൻ വേണ്ടിയുള്ള കളിയും കളിച്ച് നടക്കുകയാണ്. അപ്പൊ ഇത് ഇപ്പൊ കേരളത്തിന് മാത്രമേ വിവരക്കേടുള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ, മലയാളികൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഇന്നത്തെ TV കാണുന്ന മലയാളിക്ക് ഈ വിവരക്കേടും ഈ എന്താ പറയാ അഹങ്കാരവും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇതിനാളെ കിട്ടൂല, കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ ഇതിനാളെ കിട്ടൂല,
പിന്നെ മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ ഈ പണിക്ക് ആളെ കിട്ടൂല, എവിടെയും ഇതിനൊന്നും ആളെ കിട്ടൂല. അവർക്കൊന്നും ഇതിൽ താല്പര്യമില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പിന്നെ പണ്ടേ ഇല്ല. അപ്പോ ഇത് ആർക്കും വേണ്ടാത്ത സമരമാർഗങ്ങൾ, വിവരക്കേടിന്റെ, രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്ന, സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കുന്ന, സംസ്ഥാനത്തേക്ക് വല്ലവനും നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെ കല്ലെറിഞ്ഞോടിക്കുന്ന രീതിയിലുള്ള ഈ എന്താ പറയാ സമരമാർഗങ്ങൾ, ഈ സാമൂഹ്യ അന്തരീക്ഷം, ഇതൊരു സാമൂഹ്യ അന്തരീക്ഷമാണല്ലോ, അത് കലുഷിതമാക്കുക, വഷളാക്കുക, സാമ്പത്തിക സ്ഥിതിയെ നശിപ്പിക്കുക, സാമ്പത്തിക അന്തരീക്ഷം ഇല്ലാതാക്കുക, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം ഒരു കാലത്തും വരാൻ പോകുന്നില്ല, ഒരു കാലത്തും വരാൻ പോകുന്നില്ല. ആന്ധ്രാപ്രദേശൊക്കെ എവിടെയും എത്തിപ്പോയി. അപ്പൊ അതുകൊണ്ട് അതൊക്കെയാണ് ഈ സമരം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് കേരളത്തെ നശിപ്പിക്കുന്ന ഒരു സമര മാർഗമാണ്, സമരമുറയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. പഴയ പോലെയല്ല, കുറെ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്കൊക്കെ വൻ വിജയമാവുമായിരുന്നു. ഇപ്പൊ ആളുകൾ എങ്ങനെങ്കിലും ജോലിക്ക് പോകാനും തന്റെ പ്രവൃത്തി എടുക്കാനും വേണ്ടി ആൾക്കാർ മുന്നോട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ കാഴ്ചയാണ്, പ്രത്യേകിച്ച് KSRTC-യിൽ. അങ്ങനെ KSRTC-യിൽ ഇപ്പൊ യൂണിയനിലൊക്കെ BMS 15% എത്തി, BMS രജിസ്റ്റേർഡ് യൂണിയൻ ആയി കഴിഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല KSRTC-യിൽ, കാരണം നടത്തിയാൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നടത്തുന്നില്ല. പല ഡിപ്പാർട്ട്മെന്റിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വിവരം അറിയും. അപ്പൊ തൊഴിലാളികൾക്കൊക്കെ താല്പര്യം ഇല്ലാണ്ടായി. ഇത് നശിപ്പിക്കുന്ന പരിപാടിയാണ്, അവരുടെ ജീവിതവും സംസ്ഥാനത്തിന്റെ എന്താ പറയാ സാമ്പത്തിക അന്തരീക്ഷവും നശിപ്പിക്കുന്ന പരിപാടിയാണെന്ന് തൊഴിലാളികൾക്ക് തന്നെ ബോധ്യമായി. അപ്പൊ അതുകൊണ്ട് ഈ തൊഴിലാളി വിഭാഗങ്ങൾ തന്നെ ഈ പണിമുടക്കിനെതിരെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം.